നമസ്കാരം. ക്രിപ്റ്റോ കറൻസി കള്ളക്കടത്ത് എന്നത് ബിറ്റ്കോയിൻ പോലുള്ള ഡിജിറ്റൽ കറൻസികൾ ഉപയോഗിച്ച് നിയമവിരുദ്ധമായ പണമിടപാടുകൾ നടത്തുകയോ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി ഉപയോഗിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ്. ഇത് സെൻട്രൽ ബാങ്കുകളുടെ നിയന്ത്രണത്തിൽ അല്ലാത്തതുകൊണ്ടും ഇടപാടുകൾ പൂർണ്ണമായും അജ്ഞാതമാകാൻ സാധ്യത ഉള്ളതിനാലും കള്ളക്കടത്തുകാർക്ക് ഇത് പ്രിയപ്പെട്ട മാർഗമാണ്. കള്ളപ്പണം വെളുപ്പിക്കാനും ഭീകരവാദത്തിന് പണം കണ്ടെത്താനും ആയുധങ്ങളുടെയും മയക്കുമരുന്നിന്റെയും കച്ചവടത്തിനും ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇതിനെ തടയാൻ പല രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ സാങ്കേതിക വിദ്യയുടെ സങ്കീർണത കാരണം ഇത് പൂർണ്ണമായി തടയുക എന്നത് പ്രയാസകരമാണ്. അതോടൊപ്പം തന്നെ ക്രിപ്റ്റോ കറൻസി കള്ളക്കടത്തിന് ഉപയോഗിക്കുന്നുവെന്ന് എന്നുള്ളത് അത് ആ ഇടപാടുകൾ വ്യക്തിഗത വിവരങ്ങളിൽ ബന്ധപ്പെടുത്താൻ ഒരു സാധ്യതയുമില്ലാത്തതിനാൽ കള്ളക്കടത്തുകാർക്ക് എളുപ്പത്തിൽ പണം കൈമാറാൻ സാധിക്കുന്നു. ഒരു ഗവൺമെന്റോ ബാങ്കോ ഇതിനെ നിയന്ത്രിക്കുന്നില്ല. ഇത് സർക്കാരിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൽ കൂടുതൽ എളുപ്പമായി ഇവർക്ക് മാറുന്നുണ്ട്. നിലവിൽ കള്ളക്കടത്ത് മയക്കുമരുന്ന് സംഘങ്ങൾ പരമ്പരാഗത ഹവാല മാർഗങ്ങൾ വിട്ട് ക്രിപ്റ്റോ കറൻസി മാർഗങ്ങളിലൂടെ ക്രയവിക്രയം നടത്തുന്നതായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സ്വർണ്ണക്കടത്തും മയക്കുമരുന്നും വിൽപ്പന നടത്തുന്ന അന്താരാഷ്ട്ര ആഭ്യന്തര സംഘങ്ങൾ ക്രിപ്റ്റോയിലേക്ക് കളം മാറിയത് അന്വേഷണ സംഘങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ക്രിപ്റ്റോയിലേക്ക് മാറുന്ന പ്രവണത അന്വേഷണ ഏജൻസികൾക്ക് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെറുക്കുന്നതിന് വിപുലമായ ബ്ലോക്ക് ചെയിൻ ഫോറൻസിക് ഇന്റർ ഏജൻസി ഇന്റലിജൻസ് പങ്കിടൽ, പ്രത്യേക വിശകലന ഉപകരണങ്ങൾ എന്നിവ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രഹസ്യാത്മകത കാരണം ക്രിപ്റ്റോ കറൻസികൾ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശക്തമായ ഉപകരണമായി മാറിയിരിക്കുകയാണ്. മയക്കുമരുന്ന്, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് എന്നിവയിൽ വിദേശ സംഘങ്ങൾ ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇടപാടുകൾ സ്വീകരിക്കുന്നത്. ഇത് പിടിക്കപ്പെടാതെ ഇരിക്കാൻ ഇവരെ സഹായിക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികൾ കാര്യമായ തെളിവില്ലാതെ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയാണ് ഒട്ടുമിക്ക കേസുകളിലും ഉള്ളത്. ക്രിപ്റ്റോ വാലറ്റുകൾ പലപ്പോഴും അജ്ഞാതവും അതോടൊപ്പം തന്നെ VPN വഴി ആക്സസ് ചെയ്യാവുന്നതുമാണ്. കള്ളക്കടത്തുകാർക്ക് കസ്റ്റംസ് തീരുവയും നികുതിയും ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഇടപാടുകൾ വഴി തട്ടിപ്പുകാർക്ക് അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി മറച്ചുവെക്കാനും സാധിക്കുന്നു. അതേസമയം ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ കണ്ടെത്തുന്നതിന് DRIയുടെ ബ്ലോക്ക് ചെയിൻ അനലിറ്റിക്സ് പ്രയോഗിക്കുന്നത് ക്രിപ്റ്റോ പ്രാപ്തമാക്കിയ കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിൽ ഒരു സുപ്രധാന ചുവടുവെപ്പാണ്. എന്നിരുന്നാലും ഡിജിറ്റൽ ആസ്തികളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം നിയന്ത്രിക്കാൻ ശക്തമായ ചട്ടക്കൂടുകൾ മെച്ചപ്പെടുത്തിയ ആന്റി മണി ലോണ്ടറിംഗ് നിയമം, ക്രിപ്റ്റോ കറൻസി ദുരുപയോഗം തടയുന്നതിന് വിപുലമായ ആഗോള സഹകരണം, കൂടുതൽ ശക്തമായ ഫോറൻസിക് ഉപകരണങ്ങൾ എന്നിവ ആവശ്യമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയും കമ്പ്യൂട്ടർ കോഡുകളും മറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച ഡിജിറ്റൽ വെർച്വൽ സാങ്കല്പിക കറൻസികളാണ് ക്രിപ്റ്റോ കറൻസികൾ. ലോകത്താകെ 1000-ലധികം ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടെന്നാണ് കരുതുന്നത്. ഇതിൽ ഏറ്റവും സ്വീകാര്യതയുള്ളതും ഉയർന്ന വിലയുമുള്ളതും ബിറ്റ്കോയിൻ ആണ്. ചില രാജ്യങ്ങൾ കറൻസികൾ പോലെ തന്നെ ക്രിപ്റ്റോ കറൻസികളും ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. എങ്കിലും നിക്ഷേപ മാർഗമായാണ് കൂടുതൽ പേരും ക്രിപ്റ്റോ കറൻസിയെ കാണുന്നത്. അതേസമയം നിയന്ത്രണ ഏജൻസികൾ അല്ല എന്നതാണ് ക്രിപ്റ്റോ കറൻസികളുടെ പ്രധാന ന്യൂനത. രൂപയെയും ഇന്ത്യൻ ധനകാര്യ മേഖലയും നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഉള്ളതുപോലെ ഒരു നിയന്ത്രണ അതോറിറ്റി ക്രിപ്റ്റോ കറൻസികൾക്കില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.